ഒരു ജോലിയും സമ്മർദ്ദമുണ്ടാക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവില്ലായ്മയാണ് അതിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. മൗനം ഒരു സുഹൃത്താണ്. അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയില്ല. ബുദ്ധിമാനായ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. വിഡ്ഢി അതിൻ്റെ അടിമയായി മാറും. നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെയല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് നല്ല നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അത് നിങ്ങൾ തന്നെയാണ്. ആളുകളെക്കുറിച്ചുള്ള സ്വന്തം വിശ്വാസങ്ങൾ മാറുന്നതിനേക്കാൾ വസ്തുതകളെ വളച്ചൊടിക്കാനാണ് പലരും കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഓരോ മനുഷ്യനും തൻ്റെ കാഴ്ചപ്പാടിൻ്റെ അതിരുകൾ താൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. മിക്ക സ്ത്രീകളും തൻ്റെ പുരുഷൻ്റെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അയാൾ പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ അവർക്ക് അയാളെ ഉൾക്കൊള്ളാനുമാവില്ല. വിജയമല്ല പ്രധാനം, പരാജയം അവസാനവുമല്ല. പോരാട്ടം തുടരാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം. 1000 പൊള്ളയായ വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കാണ്. നിങ്ങളുടെ പക്കൽ അല്പം മാത്രമേ ഉള്ളൂ എങ്കിലും ദാനം ചെയ്യുക. തീർത്തും ചെറിയ കാര്യങ്ങളിൽ നിരാശരാകരുത്. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലാണ്. നിങ്ങളുടെ ലോകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ജ്വാലയെ തന്നെയാണ് നാം അന്വേഷിച്ചു നടക്കുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുക. ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്കെത്തും. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു, അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്ന ഇടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു. പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്തമുള്ളവനായി അവൻ മാറും. ആരോടെങ്കിലും മോശമായി സംസാരിക്കാൻ തോന്നുമ്പോൾ വായ മൂടിക്കെട്ടി നിൽക്കുന്നതാണ് യഥാർത്ഥ പക്വത. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറയുന്നു. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരു ചർച്ചയിൽ വിജയിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ്. ഒരു പ്രശ്നം വൈദഗ്ധ്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹവും കരുതലും പ്രയോഗിക്കുക. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീകൾ വൈകാരികമായി സമീപിക്കുന്നു. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് എപ്പോഴും ഓർക്കുക. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണാനുമുള്ള കഴിവിലാണ്. ഏറ്റവും ചെറിയ ദൗത്യം പോലും പ്രയത്നമില്ലാതെ പൂർത്തിയാക്കാൻ പ്രയാസമാണ്. മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, എന്നാൽ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കുക. നല്ലൊരു വ്യക്തിയാകുക, അത് ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണോ അത് നിങ്ങളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബോധപൂർവം സാധാരണക്കാരനാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അസാധാരണക്കാരനാകുന്നു. അത്യാഗ്രഹം വാതിലിൽ മുട്ടുമ്പോൾ സ്നേഹം ജനൽ വഴി പുറത്തേക്ക് പറന്നുപോകും. ഇന്നു നിങ്ങളെ എന്താണ് ദുഃഖിപ്പിച്ചത്, അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ഒരാളുടെ മനസ്സ് പവിത്രമാണെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളും പവിത്രമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ മഹത്തായ വിജയത്തിൻ്റെ പാതയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ചിറകുകളോടെയാണ് ജനിച്ചത്. ജീവിതത്തിലുടനീളം ഇഴഞ്ഞു ജീവിക്കേണ്ടതുണ്ടോ? എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായിരുന്നു കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്ന എന്തും നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. സന്തോഷമെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിലല്ല, നിങ്ങൾക്കുള്ളതെല്ലാം ആസ്വദിക്കുന്നതിലാണ്.
ജീവിതത്തിൽ ആരെയും വിലകുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനും ദുർബലനായിരിക്കുമ്പോൾ ശക്തനുമായി മറ്റുള്ളവർക്ക് തോന്നാൻ ശ്രമിക്കുക. കൂടുതൽ കേൾക്കുക, കുറച്ചു പറയുക. കാരണം പല പ്രശ്നങ്ങളുടെയും ഉറവിടം അനാവശ്യ സംസാരമാണ്. ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി. എന്നാൽ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. എന്നാലേ മനുഷ്യനാവുകയുള്ളൂ. ദേഷ്യത്തിന് 3-4 മിനിറ്റ് ആയുസേ ഉള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക് ഒരായുസിൻ്റെ വലിപ്പമുണ്ടായി എന്നു വരാം. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. ഒരാളുടെ വികാരങ്ങൾ തമാശയായി കാണരുത്. അതവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. നാവിൻ്റെ വകതിരിവാണ് കാതിൻ്റെ പ്രമാണം. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല, അത് അറിയേണ്ടവരിൽ മാത്രം നിലനിർത്താൻ കഴിവുള്ളവരാണ് വിവേകമുള്ളവർ. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആനന്ദം അധികകാലം നിലനിൽക്കില്ല. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ ശക്തമാക്കുന്നത്. ഏതു വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടും വെളിപ്പെടുത്താതെ ഇരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ആത്മവിശ്വാസത്തേക്കാൾ വലിയ ആയുധമില്ല. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. ഒരു പക്ഷേ വിജയം നൽകില്ലായിരിക്കാം, പക്ഷേ ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം നൽകും. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു പോകുന്നു. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. മനുഷ്യൻ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് മാത്രമേ ഇഷ്ടപ്പെടുകയുമുള്ളൂ. എല്ലാം ശരിയാവുമെന്നൊന്നില്ല, എല്ലാം ശീലമാകുമെന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ യാതൊരു അർത്ഥവുമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ആഹാ എന്തൊരു ഭംഗിയാണ് അവയുടെ വരവ് കാണാനെന്ന്. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ കാണാം അവ കിടന്ന് കാലിട്ടടിക്കുന്നത്. നമ്മൾ അതിൻ്റെ വെപ്രാളം കാണുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള 90% പേരുടെയും ജീവിതം ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, പക്ഷെ എല്ലാവർക്കുമുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ. ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്, ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്, ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്, ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്, ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഒരുപാട് സംസാരിക്കരുത്. നാവ് ഒരു ചെറിയ മൃദുവായ മാംസം മാത്രമാണ്. എന്നിട്ടും ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ തകർക്കുന്നതിനും ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ നശിപ്പിക്കുന്നതിനുമുള്ള ഇതിൻ്റെ ശക്തി അപാരമാണ്. എത്ര പ്രയാസകരമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും എപ്പോഴും ഉണ്ടാകും. സ്നേഹം അഭിനയിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് പലർക്കും പലരെയും നഷ്ടമാകുന്നത്. കാരണം യഥാർത്ഥ സ്നേഹം മോഷ്ടിക്കാനോ തകർക്കാനോ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പലതും ക്ഷമിക്കാറുണ്ട്, മറന്നു കളയാറുണ്ട്, പിന്നീട് ഓർക്കാറുമില്ല. പക്ഷേ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞത് ഇനിയും ഉണ്ടാകില്ല എന്ന് കരുതിയത് തന്നെ വീണ്ടും സംഭവിക്കുമ്പോൾ പഴയത് ഓർക്കുക മാത്രമല്ല, ഇനിയും അവിടെ വിശ്വാസത്തിന് ഇടമില്ലെന്ന് ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമാപണം നടത്തുന്നത് നല്ലതാണ്. എന്നാൽ അതൊരിക്കലും വിശ്വാസം തകരുമ്പോൾ ആകരുത്. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. എന്നാൽ ഒരിക്കലും വിശ്വാസം തകർക്കരുത്. കാരണം ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ അത് മറക്കാനും വീണ്ടും വിശ്വസിക്കാനും ചിലപ്പോൾ അസാധ്യമാണ്. പഠനങ്ങൾ പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് 10 മിനിറ്റിലധികം സമയം ആ സ്ത്രീയെ ഓർക്കാതെ തുടരാൻ കഴിയില്ല എന്നാണ്. തോറ്റെടുത്ത് നിന്ന് തന്നെ തുടങ്ങണം, തോൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെ തുടരണം, മുറിവുണ്ടാക്കിയവരെ മറികടന്ന് വിജയിച്ചു കാണിക്കണം. പരാജയം വിജയത്തിൻ്റെ മറുവശമല്ല,
വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ്. പരാജയത്തിലൂടെ വിജയത്തിലേക്ക് കടക്കാനാകൂ. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. അറിഞ്ഞു ചെയ്യുന്നതെല്ലാം പരാജയത്തെ ഒഴിവാക്കും. ഒരിടത്തും തോൽക്കാത്തവർ ഒന്നും ശ്രമിക്കാത്തവരായിരിക്കും. പിന്തുടർച്ചയില്ലാത്ത പ്രവൃത്തികൾക്കൊന്നും യാതൊരു മൂല്യവും കാണില്ല. നാളെ എന്നത് മടിയന്മാർക്ക് പണിയെടുക്കാൻ മാറ്റിവെച്ച ദിവസമാണ്. എന്തു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. കണ്ണുകൾ ലക്ഷ്യത്തിൽ ഊന്നുന്നിടത്തോളം നിങ്ങൾ തടസ്സങ്ങൾ കാണില്ല. പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് വിജയിക്കാനുള്ള യോഗ്യത നേടുന്നത്. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും. എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. നിങ്ങൾ എന്തു ചെയ്താലും വിമർശിക്കാൻ ആളുകളുണ്ടാകും. എങ്കിൽ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്?